ആദികടലായിൽ UDFന് തലവേദനയായി റിബൽ. മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് വി മുഹമ്മദ് അലിയാണ് മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുന്നത്. കോൺഗ്രസ് 2 വട്ടം തോറ്റ സീറ്റ് ചോദിച്ചിട്ട് പോലും തരാത്തത് പ്രവർത്തകർക്കിടയിൽ വലിയ വികാരമുണ്ടാക്കിയതായി മുഹമ്മദ് അലി പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷനിലെ ആദികടലായി ഡിവിഷൻ ഇത്തവണ മുസ്ലിം ലീഗിന് കിട്ടണമെന്നത് പാർട്ടിയുടെ ശക്തമായ ആവശ്യമായിരുന്നുവെന്ന് പ്രാദേശിക ലീഗ് നേതാവായ വി മുഹമ്മദ് അലി പറഞ്ഞു. വാരം സീറ്റ് കിട്ടിയപ്പോൾ പാർട്ടി നേതൃത്വം ആദികടലായി ഒഴിവാക്കി. അതിൽ വലിയ പ്രതിഷേധം പ്രവർത്തകർക്കുണ്ട്. അതാണ് മത്സരിക്കാൻ കാരണമെന്നും മുഹമ്മദ് അലി പറഞ്ഞു. വാരം സീറ്റ് കിട്ടിയതിനോടുകൂടി മറ്റുള്ള എല്ലാ സീറ്റുകളും നിർജീവ അവസ്ഥയിലേക്ക് ആ ചർച്ച മുരടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെ അവിടുത്തെ പാർട്ടി പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് വളരെ നിർണയ ശക്തിയുള്ള ഒരു സ്ഥലമാണ് ആദികടലായി 38ാം ഡിവിഷൻ. അവിടെ എടക്കാട് മേഖലയിൽ ഒരു സീറ്റ് വർദ്ധിപ്പിച്ചിട്ട് പോലും ഈ ഒരു സീറ്റ് ഞങ്ങൾക്ക് തരാതെ കണ്ട് ഞങ്ങൾക്ക് നിരന്തരമായി നമ്മളൊരു മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് അവഹേളിക്കുന്നതുകൊണ്ട് ഞാനൊരു 45 വർഷക്കാലം ഈ പ്രസ്ഥാനത്തിൽ അടിയുറച്ച് നിന്ന ഒരു പാർട്ടി പ്രവർത്തകൻ്റെ വികാരം എന്ന നിലയിൽ മാത്രമാണ് ഞാൻ ഈ മത്സര രംഗത്തുള്ളത്. കോൺഗ്രസ് 2 വട്ടം തോറ്റ സീറ്റാണ് ആദികടലായി. ആ സീറ്റാണ് ലീഗ് ചോദിച്ചത്. കോൺഗ്രസ് നേതൃത്വത്തിനു മുന്നിൽ സീറ്റിനു വേണ്ടി ശക്തമായി വാദിക്കാൻ നേതാക്കൾക്ക് കഴിഞ്ഞില്ല. പ്രവർത്തകർ ഒറ്റക്കെട്ടായി തനിക്കൊപ്പം ഉണ്ട്. ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ കടലായിലുള്ള ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനും മാറി നിൽക്കാതെ കണ്ട് കാരണം കേവലം ഒരു മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കല്ല പ്രസക്തി, ആ നാട്ടിലുള്ള മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനാണ് പ്രസക്തി എന്ന്. ആദികടലായിൽ ലീഗിന് തനിച്ച് ജയിക്കാൻ കഴിയും. ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മുഹമ്മദ് അലി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.